എന്നാ നോക്കാം. ഓക്കെ സർ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ടോണി. ഇത് ലവോളജി ജസ്റ്റ് ഫൺ 98.6. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് വിനോദ് എന്നാണ്. വിനോദ് എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഞാൻ ഫോട്ടോ വെച്ചിന്നാ. ഓക്കെ, പറയൂ, ലവോളജിയിലൂടെ വിനോദിന് എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? എന്റെ ആളിന്റെ പേര് പപ്പീന്നാ. ഓക്കെ, ഞങ്ങള് 2 കൊല്ലമായിട്ട് ലവാ. ഡെയിലി ഞാൻ അവൾക്ക് ട്രീറ്റ് കൊടുക്കാറുണ്ടായിരുന്നു. വന്ന് അവളുടെ ഫ്രണ്ട്സിന് ട്രീറ്റ് കൊടുക്കേണ്ട ഗതിയായിപ്പോ. വിനോദ്, ട്രീറ്റ് കൊടുക്കുമ്പോ നോക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ സ്ട്രീറ്റിലായി പോകും. അല്ല വിനോദ്, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഈ ക്രമാതീതമായ ട്രീറ്റ് ആണ്. അല്ല, എനിക്കിപ്പോ അവളുടെ മുമ്പിൽ ഒരു വിലയില്ല. ഞാൻ അവളെ പേടിച്ചാ നിൽക്കുന്നത്. എന്നെ എപ്പോഴും ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യും. ഞാൻ എന്താ ചെയ്യേണ്ടത്? വിനോദ്, ഈ പെൺകുട്ടി എന്ത് ചെയ്യാന്നാ പറഞ്ഞേ? BBA സെക്കൻഡ് ഇയർ. ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഫിനാൻസിയറും അമ്മ ടീച്ചറും. ഈ കുട്ടിയുടെ വീട് ആലിച്ചൂടാണ്, ശരിയല്ലേ? കറക്റ്റ് ആണ്. എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ പപ്പി അറിയോ? ഹലോ വിനോദ്, റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നത്. അല്ല, ഇവിടെ നല്ല റേഞ്ച് ഉണ്ട്. ഓക്കെ വിനോദ്, ഏതായാലും ഇങ്ങനെ ഒരു പെൺകുട്ടി വിനോദിനെ പോലെ ഒരു പാവത്തിന് തീരെ ശരിയാവില്ല. അതുകൊണ്ട് പൊന്നുമച്ച വിട്ടേക്ക്, സ്കൂട്ടാവുന്നതാണ് ബുദ്ധി. ഓക്കെ, അപ്പോൾ വിനോദ് ഇടയ്ക്ക് വിളിക്കുക. ബൈ വിനോദ്. അപ്പോൾ നമ്മളെ ഇപ്പോൾ വിളിച്ചത് വിനോദാണ്. വിനോദിനെ പോലെ ലവോളജിയിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രണയം ഷെയർ ചെയ്യാം. സോ വിളിക്കേണ്ട നമ്പർ 23202226. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം, തിരിച്ചു വരാം. ഞാൻ വെയിറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ടോണി ലവോളജിയുമായി. അപ്പോ നിങ്ങൾ തമ്മിൽ വഴക്കല്ലേ? അപ്പോൾ അതല്ല ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. പരസ്പരം ഒന്നിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സായി. അതിനെന്തിനിപ്പോ വഴക്ക്? ചേടാ, ഇത് ഭയങ്കര സംഭവമാട്ടോ. ഡിവോഴ്സ് ആയിട്ടും പരസ്പരം ഫോണിൽ സംസാരിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ശരിയാ. അല്ല, ചേച്ചിയും റോജനും ഫോണിൽ സംസാരിക്കുന്നത് ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. അതെന്തിനാ നീ കേൾക്കുന്നേ? ശരിയാണല്ലോ, അതെന്തിനാ നീ കേൾക്കുന്നേ? അല്ല, ഞാൻ പറഞ്ഞത് മാറിപ്പോയതാ. കണ്ടിട്ടില്ലല്ലോ എന്നാണ് ഉദ്ദേശിച്ചത്. അതെന്തിനാ നീ കാണുന്നേ? ഒന്ന് പോടാ പൊട്ട. റോയ്ച്ച, എബിയുടെയും ചേച്ചിയുടെയും ഫോട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ കയ്യിലുണ്ടോ? ഇപ്പൊ കയ്യിലില്ല, വീട്ടിലിരിപ്പുണ്ട്. വൈകിട്ട് കാണിച്ചുതരാം. മതി. റോയ്ച്ചൻ എബിമോനെ കാണാൻ തോന്നാറില്ലേ? തോന്നാറുണ്ട്. നമുക്ക് അവരൊന്ന് കാണാൻ പോയല്ലോ റോയ്ച്ച. കാണാം, വരട്ടെ. അതിനി സമയമുണ്ടല്ലോ, നോക്കാം. നോക്കാന്ന് പറഞ്ഞാ പോരെ റോയ്ച്ച, നോക്കണം. അതന്നല്ലേ ഇപ്പൊ റോയ്ച്ചൻ പറഞ്ഞത്. റോയ്ച്ചൻ നോക്കാന്നല്ലേ പറഞ്ഞേ, ഞാൻ നോക്കിയേ പറ്റൂന്നാ പറഞ്ഞേ. കർത്താവേ, ഒരു നിമിഷം പോലും സ്വൈര്യം തരില്ലല്ലോ. കുറച്ചേരം ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു ഞാൻ അപ്പൊ ഒരു രണ്ടുപേരും കൂടി ചോദ്യോത്തരവേളയിട്ട്. ഞങ്ങൾക്ക് ഇതിരി സ്വസ്ഥത വേണം. പാറു, നീ ഒന്ന് അപ്പുറത്ത് പോയേ. ഈ പറയുന്ന ആള് പോയാലും സ്വസ്ഥത കിട്ടും. ഈ ഞാനങ്ങ് പോയാലോ? എന്നാലും കിട്ടുമായിരിക്കും അല്ലേ? ഞങ്ങൾക്കല്ല, റോയ്ച്ചന്. നമ്മള് വഴക്കിടാൻ വേണ്ടി പറഞ്ഞതല്ല റോയ്ച്ച. പിന്നെ അല്ല, റോയ്ച്ചൻ ചേച്ചിയുടെ മോന്റെ കാര്യം ഓർത്ത് വിഷമിക്കണമെന്ന് വിചാരിച്ച് മൂഡ് മാറ്റാൻ വേണ്ടി പറഞ്ഞതാ. ഓ, അതിനാണോ മക്കൾ ഇത്ര കഷ്ടപ്പെട്ടത്? അവനെ കാണാത്തോണ്ട് എനിക്ക് വിഷമമുണ്ട്, അത് ശരിയാ. അതവനത്ര ദൂരത്തായതുകൊണ്ടാ. പക്ഷെ അതാലോചിച്ച് ഞാൻ ഡെസ്പായിരിക്കൊന്നുമില്ല. എന്നാ പറ, എബിമോൻ എന്ന് കാണാൻ പറ്റും? അത് പറ. തൽക്കാലം ഇന്ന് മക്കൾ ഫോട്ടോ ആണ്, നേരിട്ട് കാണുന്ന കാര്യം നമുക്ക് പരിഗണിക്കാം. എന്താ? മതി. ഇന്ന് ഫോട്ടോ കണ്ടിട്ട് സൗകര്യം പോലെ നാളെ മറ്റന്നാളോ നേരിട്ട് കണ്ടാ മതി. ആരാ അത്? ഏതാ സാർ? ഈ പപ്പിയെ എൻ്റെ ഒരു പഴയ ലവറ. താനെന്ത് പണിയോട് കാണിച്ചത്? ആരെങ്കിലും ഓണറിൽ ഇങ്ങനെ പറയോ? സാർ പരമാവധി ലൈവ് ആക്കണമെന്ന് പറഞ്ഞപ്പോ ഇത്രയും ലൈവാക്കണ്ട. മാത്രമല്ല, പ്രശ്നങ്ങളുമായി വിളിക്കുന്നവരെ ബ്രേക്കപ്പ് ആക്കുക അല്ല നമ്മുടെ പണി. എക്സ്ക്യൂസ് മീ സാർ, പാട്ട് കഴിയാറായി. സാരമില്ല, അടുത്ത പാട്ടിട്ടോളൂ. അതേ ടോണി, വിളിക്കുന്നവരോട് പ്രണയത്തിന്റെ വിവിധ തലങ്ങളെ കുറിച്ച് പറഞ്ഞ് അവർക്ക് ആശ്വാസം നൽകണം. അതുപോലെ അവർ ഷെയർ ചെയ്യുന്ന പ്രോബ്ലംസിന് ഒരു മെസ്സേജ് ആക്കി അത് കേൾക്കുന്നതിനെ ആകർഷിക്കുകയാണ് ലവോളജിയുടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സാർ, ഞാനത് ശ്രദ്ധിച്ചോളാം. അറിയോ? ഓക്കെ. ഓക്കെ സാർ, അടുത്ത പാട്ട് കേട്ടിക്കോട്ടെ. എനിക്ക് ഒരു അത്യാവശ്യമായിട്ടുള്ള കോള. ഓക്കെ, ക്യാരി ഓൺ. താങ്ക്സ് സാർ.
അനു എന്താടാ ഇത്? എത്ര നാളായി നിന്റെ ശബ്ദം ഒന്ന് കേട്ടിട്ട്? സോറിടാ, വിളിക്കാൻ പറ്റിയില്ല. സാരമില്ല, ഏതായാലും നീ വിളിച്ചല്ലോ. ഞാനിപ്പോൾ കുറച്ച് തിരക്കില്ല. വിശേഷങ്ങൾ ഒരുപാടുണ്ട് പറയാൻ. വൈകുന്നേരം ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടുമോ? ആ കിട്ടും. പിന്നെ പിന്നെ വേഗം പറ. വേണ്ട, പിന്നെ സംസാരിക്കാം. ഛേ, എന്താടാ ഇത്? ഒരുമാതിരി പിള്ളേരെ പോലെ. എന്താണെന്ന് വെച്ചാൽ വേഗം ഒന്ന് പറയ്. ഞാൻ പിന്നെ പറയാം. ആദ്യം നിന്റെ തിരക്കൊക്കെ മാറ്റി ഫ്രീ ആവുമ്പോ എന്നെ ഒന്ന് വിളിക്ക്. അപ്പൊ പറയാം. ഓക്കെ? ഓക്കെ. ഹലോ. പിന്നെ എന്താ? ഞാൻ വിളിക്കും കേട്ടോ. ഫോണ് റേഞ്ച് ഔട്ടാക്കിന്ന് വെച്ച് കളയരുത്. ഇല്ലടാ. ശരി, ഓക്കെ, ബൈ. ബൈ ടോണിക്കുട്ടാ. ബൈ. ടോണി, ഓക്കെ സർ. ഓക്കെ, കൂൾ കൂൾ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലവോളജി. ഞാൻ നിങ്ങളുടെ ടോണി. പറയൂ, ആരാണ് വിളിക്കുന്നത്? ഞാൻ ഗായത്രിയാണ്. ഗായത്രി എവിടെ നിന്നാ? ഞാൻ എവിടെന്നാ വിളിക്കുന്നതെന്ന് പറയുന്നില്ല. എന്നെ ഒന്ന് സഹായിക്കാവോ? ഗായത്രി കരയുകയാണോ? കണ്ടിന്യൂ. ഗായത്രി എന്താണെങ്കിലും പറഞ്ഞോളൂ. തീർച്ചയായിട്ടും നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം. പറയൂ. ജീവിതത്തിൽ വളരെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിലാണ് ഞാൻ. എന്താണെങ്കിലും പറയൂ ഗായത്രി. എന്താണ് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ? എന്താണ് പ്രോബ്ലം? നിഖിൽ എൻ്റെ ലവറാണ്. ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ സ്നേഹത്തിലായിരുന്നു. ഇപ്പോൾ ഒത്തിരി കല്യാണാലോചനകൾ വരുന്നത് കൊണ്ട് ഞങ്ങൾ ഇന്നലെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, എന്നിട്ട് ആ മാരേജ് കഴിഞ്ഞോ? ഇല്ല, കാരണം വന്നില്ല. അതെന്ത് പറ്റി? കുറച്ചു മുൻപാണ് ഞാൻ അറിഞ്ഞത്. ഒരാഴ്ച മുമ്പ് ശരിയാക്കിയ ഒരു ജോലിക്കായി അവൻ ഇന്ന് കാലത്ത് ദുബായിക്ക് പോയെന്ന്. ഞാൻ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. എനിക്ക് ഫ്രണ്ട്സും പാരൻസും ആരുമില്ല. അതുകൊണ്ടാണ് നിഖിലിന് കൂടി ഇഷ്ടമുള്ള ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ച് അവസാനമായി ഒരു പാട്ടുകൂടി ഡെഡിക്കേറ്റ് ചെയ്ത് പോകാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലവോളജിയുടെ ഒരു ഫാൻസ് ആണല്ലേ? എന്തായാലും വെരി ഗുഡ്. പിന്നെ എങ്ങോട്ട് പോകുന്ന കാര്യമാണ് പറഞ്ഞേ? സൂയിസൈഡ് അല്ലാതെ മറ്റൊരു മാർഗം എനിക്കില്ല ടോണി. ഗായത്രിയുടെ വിഷമം എനിക്ക് മനസ്സിലാകും. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഗായത്രി പറഞ്ഞാണ് ശരിയെന്ന് തോന്നാമെങ്കിലും ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. അതുകൊണ്ട് ഗായത്രി അതുകൂടി കേൾക്കാൻ ലൈനിലുണ്ടാകണം. അത് കേട്ടിട്ടും ഗായത്രിയുടെ തീരുമാനം ശരിയെന്നാണ് തോന്നുന്നതെങ്കിൽ ജസ്റ്റ് ഡു വാട്ട് യു വിഷ്. ഓക്കെ? ഗായത്രിയുടെ തീരുമാനത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതിനു മുമ്പ് പാട്ട് കേട്ട് തിരിച്ചു വരാം.